ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിലയേറിയ അഭിപ്രായങ്ങൾ മസ്റ്റാത്ത കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഹലോ, ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിലെ ഓണർ അല്ലേ? അതല്ല പറഞ്ഞ ഞാൻ ഒരു ആരാധകനാണേ. ആരാധകനോ? അങ്ങനെ തെറ്റി പറ്റിപ്പോയി. അമ്മേരാണവിടെ കൊടുത്തല്ലേ സാറേ? കൊടുക്കാൻ പോകുന്നല്ലേ സാറേ? അവർ ചോദിച്ചു നമ്മളാണ് കൊടുത്ത്. എൻ്റെ പൊന്ന് സാറേ, അവന്മാർ ചോദിച്ചു വരുമ്പോ കൊടുക്കാനാണ്. പിന്നെ എന്തിനാ താരങ്ങളെല്ലാം പിടിച്ചുപിടിച്ചോണ്ടിരിക്കുന്ന? എന്തൊരു ഈസിയാ നമ്മുടെ ക്ലബിൽ നിന്ന് ഇപ്പൊ താരങ്ങളെ കൊണ്ടുപോകാനും എല്ലാരും പറയുന്ന. മറ്റേ കല്യാൺ സിൽസിലെ പോലെ ഇപ്പൊ അങ്ങ് ഇരട്ടിയാ. ആ രീതിയിലാണ് ഇപ്പൊ താരങ്ങളെ കൊടുത്തോണ്ടിരിക്കുന്നത്. എന്തോ ഇത് മോനടാ, അത് തന്നെ. അത് ഞാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെ വാഴ്ത്തിക്കൊണ്ടൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കേൾക്കാവോ? പിന്നെന്താ കേൾക്കാമല്ലോ, നീ പാട്. എന്നാ ഓക്കെ. പൈസ കിട്ടി കിട്ടി എങ്ങോട്ടേത്, ലാഭം വെച്ച് വെച്ച് മേലോട്ടേത്, അഭിയും നിഖിലും വാഴും നാടാണിത്. 8 10 100,000 പോകാനായി വെമ്പുന്ന കോമ്പോ ഇത്. എടാ മോനെ, അമേറാണോടെ ഇല്ലേലും എന്താടാ? സന്ദീപ് സിംഗ് ഇല്ലേടാ? അയ്യോ, തീർന്നിട്ടില്ല, ബാക്കിയും കൂടെ കേക്ക്. ചുമ്മാ വന്ന് ചോദിച്ച പോരെ, പ്ലേയേഴ്സ് റെഡി, പ്ലേയേഴ്സ് റെഡി. ഐമനും പോകും, അസറും പോകും, അമയും പോകും, ആരണ്ട തടുക്കാൻ അപരാധം തുടരും. തെരുവിളി കേട്ട് കേട്ട് പുത്തരിയല്ല അപരാധം, അപരാധം കാട്ടപരാധം. മതിയാ സാറേ? അയ്യോ മതിയെ. എന്തോ ചെയ്തടാ ഞാൻ നിന്നോട് ഇത്രയും കേൾക്കാനായിട്ട്? എന്തോ ചെയ്തെന്നല്ലേ? എല്ലാ താരങ്ങളെയും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. ആദ്യം ഞങ്ങൾ മലയാളി ഫുട്ബോൾ പ്രേമികളെ ഒപ്പം ഓരോരുത്തരും തേച്ചുകൊണ്ടിരിക്കുക. അർജന്റീന ടീമിനെ ഫുള്ളായിട്ടും കൊണ്ടുവരുമെന്ന് പറഞ്ഞ് റിപ്പോർട്ടർ ചാനൽ ആൻറ്റോണിനെ ഞങ്ങളെ തേച്ച്. എന്തിന്? മെസ്സി വരും കേട്ടോ എന്ന് പറഞ്ഞ് കായിക മന്ത്രി ഞങ്ങളെ തേച്ച്. അതും പോരാനിട്ട് ഇപ്പം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് പ്രതീക്ഷയുടെ പരകോടി കൊണ്ടിരുത്തിയിട്ട് അപ്പോഴും തേച്ച്. എന്തോ സാറേ ഇത്? ഞാൻ വിൽക്കാൻ പോകുന്നുണ്ട്. പക്ഷെ പുല്ല്, അവന്മാരുടെ സങ്കടം കണ്ടുകൊണ്ട് നിൽക്കാനും വയ്യ, എന്നാ പൈസയും വേണം. ഇനി നമുക്ക് സീരിയസ് വിഷയത്തിലേക്ക് വരാം. ഡിയർ നിഖിൽ വി നിമഗത, ബ്ലാസ്റ്റേഴ്സ് ഓണർ. ഡിയർ അഭിക് ചാറ്റർജി, ബ്ലാസ്റ്റേഴ്സ് സിഇഒ. മാഗ്നം കൺസോർഷ്യം, ഓണറബിൾ മാഗ്നം കൺസോർഷ്യം ബ്ലാസ്റ്റേഴ്സ് ഓൺ ചെയ്യുന്ന മാനേജ്മെന്റിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സർ, 2014 സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ക്രിക്കറ്റ് ദൈവം ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളും യൂറോപ്യൻ ഫുട്ബോളും ആരാധിച്ചിരുന്ന ഈ ആരാധകരിലേക്ക്, ഈ മലയാളികളിലേക്ക് ഒരു ടീമിനെ സമ്മാനിച്ചു, കേരള ബ്ലാസ്റ്റേഴ്സ്. അന്ന് മുതൽ ഇന്ന് വരെ പലവട്ടം തോറ്റു മടങ്ങേണ്ടി വന്നിട്ടുണ്ട്. പലവട്ടം അപമാനത്തിന്റെ പരകോടിയിലേക്ക് വീണിട്ടുണ്ട്. പല തവണ പുച്ഛത്തിന്റെയും പരിഹാസത്തിന്റെയും കുഴിയിലേക്ക് ആണ്ടുപോയിട്ടുണ്ട്. എന്നിട്ടും കൈ വെള്ളയിൽ എന്നതുപോലെയാണ് ഈ ആരാധകർ ഈ ടീമിനെയും കൊണ്ട് നടക്കുന്നത്. അവരോട് നിങ്ങൾക്ക് എന്ത് നീതിയാണ് സാർ ഉള്ളത്? ശരി, സമ്മതിക്കുന്നു, കോസ്റ്റ് കട്ടിങ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ശരിയാണ്, ഇന്ത്യൻ ഫുട്ബോളിന്റെ ഈ വർഷം അത്രമേൽ പത്തറ്റിക്കായ ഒരു സീസൺ ആയിരുന്നു, സമ്മതിക്കുന്നു. എന്നാൽ സഞ്ജയ് ഗോയങ്ക എന്ന മനുഷ്യൻ, നിങ്ങളെ പോലെ തന്നെയല്ലേ സഞ്ജയ് ഗോയങ്ക എന്ന മനുഷ്യൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായി എത്തുന്നുണ്ടല്ലോ. ജോൺ അബ്രഹാം, അദ്ദേഹം മികച്ച ഒരു ടീമുമായിട്ടല്ലേ ഈ തവണ ISL എത്തുന്നത്. അതേപോലെ ജോൺ അബ്രഹാം എന്ന മനുഷ്യൻ എത്തുന്നതും ഈ തവണ മികച്ച ഒരു ടീമിനെയും കൊണ്ടല്ലേ. അതേപോലെ FC ഗോവ CEO ആയ നമ്മുടെ രവി പുഷ്കർ ഒരിക്കൽ പറഞ്ഞ ഞാൻ ഓർക്കുന്നുണ്ട്, 45 ലക്ഷം രൂപയാണ് അവർക്ക് ഗോവയിൽ കളി നടത്താനായിട്ട് വേണ്ടത്. അപ്പോൾ 4 ലക്ഷം രൂപയാണ് അവർക്ക് റിട്ടേൺ ആയി കിട്ടുന്നത്. അപ്പോൾ അത്രയെല്ലാം നഷ്ടങ്ങൾ സഹിച്ചിട്ട് മികച്ച ടീമുകൾ അവരവരുടെ ആരാധകർക്ക് വേണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ, അത്രയും ഓരോ ആരാധകർ അത്ര കുറവായിട്ട് പോലും അവർ ആരാധകർക്ക് വേണ്ടി കൊതിക്കുകയാണ്. അങ്ങനത്തെ ടീമുകൾ, മികച്ച ടീമുകളെ ഇറക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? ഈ ആരാധകരോട് കാണിക്കുന്ന നീതികേടല്ലേ സാർ അത്? ഞങ്ങൾ ആരാധകരോട് കാണിക്കുന്ന നീതികേടല്ലേ ഞങ്ങളത്? ഓർക്കുക, ഈ ബ്ലാസ്റ്റേഴ്സ് എന്ന ഒരു ക്ലബിനെ ബ്രാൻഡ് ആക്കി വളർത്തിയതും ആക്കി നിലനിർത്തിയിരിക്കുന്നതും ഈ ആരാധകർ തന്നെയാണ്, അല്ലാതെ മറ്റാരുമല്ല. ഇന്നും ഏഷ്യയിലെ അൽനാസർ എന്ന, സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽനാസർ ഉണ്ടായിട്ടും ഏഷ്യയിലെ ഒരു മികച്ച ഫാൻ ഗ്രൂപ്പുകളിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ 5ാമത്തെ ജനക്കൂട്ടം എന്ന റെക്കോർഡ് ഇത്രയെല്ലാം നേടിയെടുത്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ ടീമിനെ അത്രമേൽ സ്നേഹിച്ചിട്ട് തന്നെയാണ്. സ്വന്തം നാടിനെ രാജ്യത്തിന്റെ ടോപ്പ് ഡിവിഷൻ ഫുട്ബോൾ ലീഗിൽ പ്രതിനിധാനം ചെയ്യുന്ന ക്ലബ് എന്ന രീതിയിൽ സ്നേഹിച്ചിട്ട് തന്നെയാണ്.
ഒരിക്കൽ അഭിക് ചാറ്റർജി എന്ന് നമ്മുടെ CEO ഒരിക്കൽ പറയുകയുണ്ടായല്ലോ, ഈ ആരാധകർ ഈ ട്രോഫികളിലൊന്നും ഒബ്സസ്ഡ് ആകരുത്. പിന്നെ എന്തിലാണ് സർ ഒബ്സസ്ഡ് ആകേണ്ടത്? എന്തിലാണ് ഞങ്ങൾ ആരാധകർ പിന്നീട് ഒബ്സസ്ഡ് ആകേണ്ടത്? ഒരു ടീമിന്റെ ആരാധകർ എന്ന രീതിയിൽ അവർ ഒരു ടീമിനെ ഇഷ്ടപ്പെടുമ്പോൾ അതിന്റെ മോട്ടീവ് എന്നത് ട്രോഫികൾ ടീം നേടുന്നത് കാണുക എന്നതാണ്. ഇത്രയെല്ലാം ചെയ്ത് കൊച്ചിയിലേക്ക് അത്രമേൽ സാക്രിഫൈസ് ചെയ്ത് വന്ന്, കൊച്ചിയിൽ മാത്രമല്ല ജോലി പോട്ടെ, അതേപോലെ നമ്മുടെ ഓരോ തിരക്കുകളും പോട്ടെ എന്നും പറഞ്ഞ് പൈസ ഉൾപ്പെടെ സ്പെൻഡ് ചെയ്ത് കൊച്ചിയിലേക്ക് എത്തുന്നതും ടിവിയുടെ മുന്നിൽ ഇരിക്കുന്നതും ഫോണിന് മുന്നിൽ ഇരിക്കുന്നതും ഈ ടീമിനോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ ടീം അത്രമേൽ എന്താ പറയുക, എതിരാളികളെ ഡോമിനേറ്റ് ചെയ്യണം എന്ന ആഗ്രഹം കൊണ്ടാണ് തൊണ്ട പൊട്ടി അലറി വിളിക്കുന്നതും അതുകൊണ്ട് മാത്രമാണ് സർ, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. കഴിഞ്ഞ വർഷത്തെ പ്രതിഷേധം നിങ്ങൾ കണക്കിലെടുക്കുകയും ചെയ്യരുത്. കഴിഞ്ഞ വർഷത്തെ പ്രതിഷേധം അത് ഈ ആരാധകരുടെ വേദന ഒന്നുകൊണ്ട് മാത്രമാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായ പ്രതിഷേധം ഇത്രയെല്ലാം ചെയ്തിട്ടും ഇത്രയെല്ലാം ഈ ടീമിന് വേണ്ടി അത്രമേൽ സാക്രിഫൈസ് ചെയ്തിട്ടും ഒന്നും കിട്ടുന്നില്ലല്ലോ ദൈവമേ എന്ന് വിചാരിച്ചാണ് ഓരോ മന്നപ്പടയുടെ നേതൃത്വത്തിൽ ഓരോ ആരാധകനും പ്രതിഷേധത്തിന് ഇറങ്ങിയത്. മാനേജ്മെന്റിനോട് ഒരു ദേഷ്യവുമില്ല. മാനേജ്മെന്റിനോട് ദേഷ്യമില്ലെന്ന് തെളിവ് വേണമെങ്കിൽ കുറച്ച് മുമ്പ് നിങ്ങൾ നടത്തിയ സൈനിങ്ങിൽ ഈ മാനേജ്മെന്റിനെ നിങ്ങളെ തലയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നടന്നത്. എന്നാൽ എല്ലാം നേരെ ആയല്ലോ ദൈവമേ എന്ന് നെടുവീർപ്പെട്ടവരുടെ മുന്നിലേക്ക് താരങ്ങൾ ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഈ ആരാധകരോട് തൊണ്ട പൊട്ടി അലറി വിളിക്കുന്ന ഈ ആരാധകരോട്, അത്രമേൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാധകരോട് നീതികേടല്ലേ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്? സോ അല്പമെങ്കിലും ടോളറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ആരാധകരോട് നമ്മളോട് ഇച്ചിരിയെങ്കിലും നീതി പുലർത്തുക എന്നേ പറയാനുള്ളൂ. ഹംബിൾ റിക്വസ്റ്റ് ഡിയർ അഭിക് ചാറ്റർജി ആൻഡ് നിഖിൽ വി നിമഗത. എന്താണ് ഇത്? ആരെയും വേദനിപ്പിക്കാൻ ചെയ്ത വീഡിയോ അല്ല. അപ്പം എന്താണ് പറയാനുള്ളത്? വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.